എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പ് വിളയിച്ചത്. നുറുക്ക് ഗോതമ്പ് നമ്മൾ 2 മണിക്കൂറോളം വെള്ളത്തിട്ട് കുതിർന്നതിന് ശേഷം കഴുകി ഒരു അരിപ്പയ്ക്കകത്ത് ഇരിക്കണം. വെള്ളം നന്നായിട്ട് വാർന്ന ശേഷം വേണം നമുക്കത് എടുക്കാൻ. അടുപ്പൊന്ന് കത്തിക്കട്ടെ, കടായോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്തോട്ട് വെക്കുക, നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് അങ്ങോട്ട് നെയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് വെള്ളം, നല്ല തിളച്ച വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെക്കാം. അല്പസമയം തുറന്നിരിക്കുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് തോർന്ന് നല്ല ഇതായിട്ട് കിട്ടും. ഇപ്പോൾ എന്തോന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇത് ഞാൻ താഴോട്ട് മാറ്റുകയാണ്. കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കുക, ശർക്കരപ്പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക, 1 കപ്പ് തേങ്ങാപ്പീര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഇത് ചുക്കുപൊടിയാണ്, ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ്. ഇതങ്ങോട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്ത് കിടന്ന് അത് വിളയിച്ചെടുക്കണം. 1 ടീസ്പൂൺ നെയ്യൂടെ ഞാനൊന്നുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കടായി ഒന്നുകൂടെ വെക്കുകയാണ്, നെയ്യൂടെ ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 10-15 അണ്ടിപ്പരിപ്പ്, കൂട്ടത്തിൽ ഇച്ചിരി ഉണക്കമുന്തിരിങ്ങ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ള റെഡി ആയിട്ടുണ്ട്. ഒരല്പം തേങ്ങാക്കൊത്ത്, ഞാനൊരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടെ ഈ തേങ്ങാക്കൊത്തിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുകൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ നുറുക്ക് ഗോതമ്പ് വിളയിച്ചത് റെഡി ആക്കിയിട്ടുണ്ട്. നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ്.